ഇവിടെ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇയാൾക്ക് എങ്ങനെയാണ് ഈ ബ്ലാക്ക് മാജിക് ബന്ധം വന്നത് എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കേണ്ടത്. അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രേരണയാലാണോ ഈ പിതാവിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളത് അന്വേഷിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രവാദികളുടെയും ഇത്തരം ആഭിചാര ക്രിയകളുടെയും ഒക്കെ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രേരണ പലവിധ കൊലപാതകങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇത്തരം സംശയങ്ങളും അന്വേഷണങ്ങളും ഒക്കെ വ്യാപിപ്പിക്കേണ്ടത്. രഞ്ജിത്ത്, സമാനമായ തരത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് നമുക്കറിയാം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട കേഡൽ ജിൻസൺ രാജ ഉൾപ്പെട്ട, അതായത് സ്വന്തം കുടുംബത്തിലെ കുടുംബാംഗങ്ങളെ മുഴുവൻ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം തീ കത്തിച്ച കേസിൽ പ്രതിയായി ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന കേഡൽ ജിൻസൺ രാജയുടെ കഥ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അവിടെയും ഇങ്ങനെ ചില അന്തർമുഖം ആയ സ്വഭാവ സവിശേഷതകൾക്കുടമയായിരുന്നു കേഡൽ ജിൻസൺ. സമാനമായ തരത്തിലുള്ള പല ദുരൂഹത ഉണർത്തുന്ന വസ്തുക്കളും കേഡൽ ജിൻസന്റെ മുറിയിൽ നിന്ന് അന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അത് വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കി ആസ്ട്രൽ പ്രൊജക്ഷനാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ പിന്നീടുണ്ടായി. പിന്നീട് പ്രതിയുടെ മാനസിക നില തകരാറിലാണ്. അതുകൊണ്ട് ചികിത്സയ്ക്ക് വിധേയമാക്കി വേണം തുടർന്നുള്ള ചോദ്യം ചെയ്യലെന്ന തരത്തിലേക്കൊക്കെ അന്വേഷണ സംഘം തീരുമാനത്തിലേക്ക് എത്തുന്നത് വലിയ തരത്തിലെന്ന ചർച്ചയായി മാറിയതാണ്. എനിക്ക് തോന്നുന്നു അതിനോട് ചേർത്ത് വെക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ വെള്ളറടയിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ. പ്രജിൻ ജോസ് ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമാക്കിയാണ് ചൈനയിലെ വുഹാനിലേക്ക് എത്തുന്നത്. അവിടെ മെഡിക്കൽ പഠനം തുടരുന്നതിനിടയിൽ ഈ പടർന്നു പിടിച്ച കോവിഡ് മഹാമാരിയിൽപ്പെട്ട് അവിടെ നിന്ന് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് തിരികെ നാട്ടിലേക്ക് മടങ്ങി വരേണ്ടി വരുന്നു. +2 മാത്രം വിദ്യാഭ്യാസ യോഗ്യതയായി അവശേഷിക്കുന്നതിൻ്റെ ഒരു മാനസിക സമ്മർദ്ദം, അതോടൊപ്പം ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ പഠനം എന്തായി കാര്യങ്ങളെന്ന ചോദ്യം, അതിൽ വീർപ്പുമുട്ടി അവിടെ നിന്ന് സിനിമ പഠിക്കാനായി കൊച്ചിയിലേക്ക് പോകുന്നു. അതിന് കുടുംബാംഗങ്ങൾ പണം നൽകുന്നു. തിരികെ മടങ്ങി വന്നതിന് ശേഷം തീർത്തും പരിചിതമല്ലാത്ത തരത്തിലുള്ള സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ ഈ പ്രജിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒരു തരത്തിലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ സ്വഭാവങ്ങൾ മാറുന്ന സാഹചര്യം. അച്ഛൻ്റെ മുമ്പിലിട്ട് അമ്മയെ മർദ്ദിക്കുന്നു, അത് ചോദ്യം ചെയ്യാൻ ശ്രമിച്ചാൽ അച്ഛനെയും മർദ്ദിക്കുന്നു. കുടുംബാംഗങ്ങൾക്ക് ഈ കാര്യം ബന്ധുക്കളോട് പോലും പറയാൻ പറ്റാത്ത പശ്ചാത്തലം. അത് ഒടുവിൽ ചെന്നെത്തിയത് സ്വന്തം പിതാവിൻ്റെ ജീവനെടുക്കുന്ന തരത്തിലുള്ള ഒരു ക്രൂരമായ കൊലപാതകത്തിൽ. അതിനുശേഷം മുറി തുറന്ന് പരിശോധിക്കുമ്പോഴാണ് ഇപ്പോൾ സംശയിക്കുന്ന തരത്തിൽ ബ്ലാക്ക് മാജിക്കിന് അടിമയായിരുന്നു ഈ യുവാവ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇനി അറിയാനുള്ളത് പ്രജിനുമായി ഈ കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിരുന്ന ആരെങ്കിലും വെള്ളറടയിൽ തന്നെ ഉണ്ടോ? അതിനപ്പുറത്തേക്ക് രാത്രികാലങ്ങളിൽ പ്രജിൻ സഞ്ചരിച്ചിരുന്നത് ആരെ കാണാനാണ്? ഈ ഫോണിൽ ഈ ഫോർമാറ്റ് ചെയ്യപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിനൊക്കെ വിശദമായ പരിശോധനകൾ വേണ്ടിവരും. എന്തായാലും ഒരുപക്ഷെ വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ വെള്ളറടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതാണ് സാഹചര്യം. നേരത്തെ ഈ കുട്ടിയുടെ ഈ പ്രജിന്റെ അമ്മ കൊല്ലപ്പെട്ടയാളുടെ ഭാര്യ നമ്മളോട് സംസാരിച്ചിരുന്നു. അതിന്റെ ആ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. എങ്ങനെയാണ് ഇങ്ങനെ അവൻ മാറിയതെന്ന് അറിയില്ല. മുകളിൽ നിലയിലാണ് അവൻ ഇരിക്കുന്നത്. അവിടെ നിന്ന് പുറത്തോട്ട് എന്തെങ്കിലും പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ ഇറങ്ങുള്ളൂ. അവൻ്റെ റൂം അടച്ചാണ് ഇരിക്കണ. റൂം തുറക്കാനോ അതിൽ തൊടാനോ നമുക്ക് അനുവാദമില്ല. അവൻ നമ്മളെ എന്നെയും ഉപദ്രവിക്കും, അവരെയും ഉപദ്രവിക്കും. ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടിലെ എല്ലാ സാധനങ്ങളൊക്കെ ഇല്ലാതാക്കും. അതുകൊണ്ട് പേടിച്ച് ഒന്നിനും പോവില്ല. അരുൺ മോഹൻ കൂടി ഉണ്ട്. അരുണ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബന്ധുക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഈ അമ്മ പേടിച്ച് അമ്മയും അച്ഛനും പലരോടും പറഞ്ഞിരുന്നില്ല. പക്ഷേ പള്ളിയുമായും മറ്റാളുകളുമായൊക്കെയുള്ള വളരെ അടുപ്പമുള്ള ഒരു കുടുംബമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവർ ഈ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുത്തിരുന്ന ആളുകളാണ്. അപ്പോഴൊന്നും ഇതിൻ്റെ ഒരു തരിമ്പ് പോലും കാര്യം പുറത്തുവിടാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. മോനോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാകാം ഒരു പക്ഷേ. മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ അതിന് പിന്നിൽ? രഞ്ജിത്ത്, അത് തന്നെയാണ് മകനോടുള്ള അമിതമായ സ്നേഹം. കാരണം നേരത്തെ അദ്ദേഹത്തിന്റെ ബന്ധു സൂചിപ്പിച്ചതുപോലെ ഒരു മകൻ നഷ്ടപ്പെട്ടിട്ട് രണ്ടാമത് കിട്ടുന്ന ഒരു പുത്രനാണ്. സ്വാഭാവികമായി അല്പം ലാളന സ്നേഹം അല്പം കൂടുതൽ കൊടുത്തു വളർത്തിയിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു മകൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പുറം ലോകം അറിയിക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ള ഉദ്ദേശത്തോടാണ് ഈ മാതാപിതാക്കൾ ഇത് ഒളിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ് അമ്മ
നമ്മളോട് പറഞ്ഞത്. പക്ഷെ മറ്റൊരു കാര്യം, ഇതിൽ നിന്നും വേറെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, ഈ പറയുന്ന സമയത്തൊക്കെയും ആക്രമിക്കുന്ന സമയത്തൊക്കെയും കൈകൂപ്പി നിന്നാൽ പോലും ഈ പറയുന്ന മൃഗീയമായ മർദ്ദനം ഈ മാതാവും പിതാവും ഇവരിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ പറയുന്ന റൂം പരിശോധിച്ച സമയത്ത് ഈ പറയുന്ന ബന്ധുക്കൾ, സഹോദരി പോലും ഈ വീട്ടിൽ വരുന്നത് ഇഷ്ടമില്ലായിരുന്നു. കാരണം ആദ്യകാലങ്ങളിൽ ഇവര് ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ നല്ല സൗഹൃദപരമായി, നല്ല സന്തോഷപരമായി നയിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു. എല്ലാവർക്കും അസൂയ തോന്നുന്ന തരത്തിലുള്ള ഒരു സ്നേഹം ഉള്ള ഒരു കുടുംബമായിരുന്നു. പള്ളിയിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു പയ്യനായിരുന്നു ഈ പറയുന്ന പ്രജിൻ. പക്ഷേ വിദേശ യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ ഒക്കെയും തകിടം മറിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും ബന്ധുക്കൾ നമ്മളോട് പറഞ്ഞത്. അതിനുശേഷമായിരുന്നു ഇദ്ദേഹത്തിന്റെ രൂപത്തിലും ഭാവത്തിലും സ്വഭാവത്തിലും എല്ലാത്തിലും ഒരു വ്യത്യാസം ഉണ്ടാകുകയും ഈ ഇടുങ്ങിയമായ ഒരു അവസ്ഥയിലേക്ക് ഇദ്ദേഹം പോകുന്നത്. ഈ സ്ഥലത്തേക്ക് ഒരു കാരണവശാൽ ആരെയും തന്നെ പ്രവേശിപ്പിച്ചിട്ടില്ല. കാരണം ഈ വീടിന്റെ രണ്ടാമത്തെ നില പൂർണ്ണമായും ഇദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഇദ്ദേഹത്തിന്റെ പ്രജിന്റെ റൂം പൂട്ടി പുറത്തിറങ്ങുന്ന സമയത്ത് പൂട്ടിന്റെ താക്കോൽ പോലും ആ പ്രത്യേക രീതിയിൽ അടയാളപ്പെടുത്തിയിട്ട് പോകും. അതിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായാൽ പോലും മാതാപിതാക്കളെ മർദ്ദിക്കുന്ന ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ച് മർദ്ദിക്കുന്ന സംഭവങ്ങളും ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും അരുൺ മോഹൻ വിവരങ്ങൾ പങ്കുവെക്കുന്നു. ഡാൻ കുര്യനും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയായിരുന്നു. നമുക്ക് ലഭിക്കുന്ന വിവരം, വെള്ളറടയിൽ മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ബ്ലാക്ക് മാജിക്കിന്റെ സ്വാധീനത്തിലാണ് എന്നുള്ളതാണ്. പോലീസ് ഈ വിഷയം അമ്മയുടെ പരാതിയിൽ അന്വേഷിക്കുകയുമാണ്.